ആദ്യം പ്രിൻഡോയിലേക്ക്. പ്രിൻഡോ, ബി.ജെ.പി. സർക്കാർ സ്പോൺസേഡ് ദുരന്തമെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, വിരാട് കോഹ്ലിയെ പോലെ 18 വർഷത്തിന് ശേഷം ഒരു കിരീടം സ്വന്തമാക്കുന്ന ഒരു ചടങ്ങിൽ ഇത്രയധികം ആരാധകരെ പ്രതീക്ഷിക്കണം. അവിടെ ഇതിനെ സർക്കാരിൻ്റെയോ സംഘാടകരുടെയോ മാത്രം പിഴവായി ഇതിനെ അത്തരത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? അല്ല, തീർച്ചയായും ഇത് ഒരു സർക്കാർ സ്പോൺസേഡ് ദുരന്തം എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു വൈകാരികമായിട്ട് RCB 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിരീടം നേടുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ബാംഗ്ലൂർ, കർണാടക ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഈ വിരാട് കോഹ്ലിയുടെ ഒരു കിരീട ധാരണം ആഗ്രഹിച്ചിരുന്നു. നമുക്ക് ഓരോരോ ഫാനുകൾ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ RCBയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കാരണം 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഓരോ ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ കിരീടധാരണത്തിലൂടെ മുഴുവൻ ആളുകൾക്കും ഉണ്ടായത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടീം, സ്വാഭാവികമായിട്ട് വിരാട് കോഹ്ലിയെ പോലെ കിരീടധാരണം ചൂടി നിൽക്കുന്ന കോഹ്ലിയെ കാണാൻ വേണ്ടി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വാഭാവികമായിട്ട് അവിടെ തടിച്ചുകൂടിയിരുന്നത്. സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് അതിനകത്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പോലീസ് കൃത്യമായിട്ട് ഈ ആഘോഷത്തിനെതിരായിരുന്നു, ഈ വിക്ടറിനെ കൃത്യമായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നടന്നതായിരിക്കും എന്നാണ് പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ട് സർക്കാരിനെയും അതോടൊപ്പം ക്രിക്കറ്റ് അസോസിയേഷനും അറിയിച്ചത്. പക്ഷെ അതിനൊന്നും മുഖവിലേക്ക് എടുക്കാതെ കൃത്യമായിട്ട് അവിടുത്തെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അതിനകത്ത് കൃത്യമായ ഒരു ശാഠ്യം പിടിക്കുകയും ആ ശാഠ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലുണ്ടാവുന്നു. ആ ഇടപെടലിനകത്ത് കൃത്യമായിട്ട് സർക്കാരിന്റെ ഒരു പോളിസി ജനങ്ങളുടെ ജീവനാണല്ലോ. എന്ത് ആഘോഷത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവൻ അത് വളരെ സുരക്ഷിതമാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് യാതൊരു തരത്തിലുള്ള സർക്കാരിന്റെ ഇന്റലിജൻസ് വിഭാഗമോ പോലീസ് സംവിധാനം നൽകിയ റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ DK ശിവകുമാറിന്റെ ശാഠ്യമാണ് ഇത്തരത്തിലുള്ള പരിപാടി നടത്തി കൊടുക്കാൻ അവസാനം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴടങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരു വിക്ടറിക്ക് അനുമതി കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനനുസൃതമായിട്ടുള്ള ക്രമസമാധാന പാലനം നടത്തേണ്ട അനിവാര്യതയുണ്ടല്ലോ. അതിനകത്ത് കൃത്യമായിട്ടുള്ള ക്രമസമാധാന പാലനം നടത്തിയിട്ടില്ല. ഇപ്പൊ ശിവകുമാർ പറയുന്ന 5000-ഓളം പോലീസുകാരെ അതിനകത്ത് നിയോഗിച്ചു എന്നുള്ളത് പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത്. അവിടെ കൂടിയത് പോലീസുകാർക്ക് വെറും കാഴ്ചക്കാരായിരുന്നു, ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് വാഹനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ, പിന്നെ വിധാൻ സൗദ പോലെയുള്ള ഒരു പ്രദേശത്ത് ആ പ്രദേശത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അവിടുത്തെ റോഡുകളുടെ ഒരു ക്രമീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ തടിച്ചുകൂടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ജനങ്ങളെ വികാരമായിട്ട് പ്രതികരിക്കുന്ന വിഭാഗങ്ങൾ, കാരണം ഒരു വിക്ടറിയാണ് നിൽക്കുന്നത്. ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഒരു ആവേശത്തിൽ വൈകാരികമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ പല രീതിയിൽ അവർക്ക് നിയന്ത്രണം നഷ്ടമാകും. ആ നിയന്ത്രണം ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിന് ഒരുപാട് ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ DK ശിവകുമാറിന്റെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും അദ്ദേഹം ആ ദിവസം തന്നെ ഇത് നടത്തണം എന്നുള്ള ശാഠ്യം പിടിക്കാനുള്ള കാരണം. അപ്പൊ സത്യത്തിൽ അവിടെ നടന്ന ഈ പറയുന്ന സർക്കാർ സ്പോൺസേഡ്, ഈ പറയുന്ന നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഈ ഒരു ആസൂത്രിതമായിട്ടുള്ള ഈ കൂട്ടക്കൊലയ്ക്ക് അനുമതി കൊടുത്തത് ശിവകുമാറാണ്. ശിവകുമാറിനെതിരെയുള്ള ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. ഈ അർഹതപ്പെട്ട അവിടെ മരിച്ചു വീണ ക്രിക്കറ്റ് പ്രേമികളായിട്ടുള്ള ആരാധകർക്ക് അർഹമായിട്ടുള്ള ധനസഹായം നൽകണം. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനം എന്നതിൽ കർണാടക സർക്കാർ കൃത്യമായി പരാജയപ്പെട്ടതാണ്. അതായത് 32,000 ആളുകൾ മാത്രം കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയത്തിൽ 2 മുതൽ 3 ലക്ഷം പേർ വരെ ഉൾപ്പെട്ടു എന്ന് പറയുകയാണ്. അത്രയും അധികം ആളുകൾ എത്തി എന്നുള്ളതാണ്. അത് നേരത്തെ മുൻകൂട്ടി കാണേണ്ട ബാധ്യത സർക്കാരുണ്ടായിരുന്നു. ശ്രീ മോഹൻ വർഗീസ്